അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയെല്ലാം ഹൃദയത്തെ തൊടുന്ന ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു 105 വയസ്സുള്ള ഒരു വെല്ലിപ്പയുടെ കഥ. അദ്ദേഹം ജീവിതം മുഴുവൻ സിഖ് മതത്തിൽ വിശ്വസിച്ച് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബവും സിഖ് മതത്തിലായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ കഥ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ തുടക്കം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നിന്നാണ്. അവന് 21 വയസ്സുള്ളപ്പോൾ സിഖ് മതം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അന്ന് അവനത് എളുപ്പമായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളും അവൻ നേരിടേണ്ടി വന്നു. പക്ഷേ അവൻ തൻ്റെ പുതിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ കാര്യം നടന്നു. അവൻ്റെ പ്രിയപ്പെട്ട വെല്ലിപ്പക്ക് 105 വയസ്സുള്ള ആ ഒരു മനുഷ്യന് ഒരു വലിയ രോഗം വന്നു. മരണം അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ തൻ്റെ വെല്ലിപ്പയോട് പറഞ്ഞു, വെല്ലിപ്പ, ഇസ്ലാം സ്വീകരിക്ക്, അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമെന്ന്. ഈ വാക്കുകൾ കേട്ടപ്പോൾ വെല്ലിപ്പയുടെ ഹൃദയം തുറന്നു. ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവൻ പറഞ്ഞു, എൻ്റെ വെല്ലിപ്പ 105 വയസ്സായി. ഞങ്ങളുടെ പഴയ മതം സിഖ് മതമായിരുന്നു. ഞാൻ 21 വയസ്സുള്ളപ്പോൾ അത് ഉപേക്ഷിച്ച് ഷഹാദ ചൊല്ലി മുസ്ലിമായി. ഇപ്പോൾ എൻ്റെ വെല്ലിപ്പയും ഷഹാദ ചൊല്ലാൻ പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ ദുർബലനാണ്. ഒരുപക്ഷെ ബാലകന്മാർ വേഗം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയേക്കാമെന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വെല്ലിപ്പയെ സഹായിച്ചു ഷഹാദ ചൊല്ലാൻ. ഷഹാദ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വാസം പ്രാപിക്കുക വാക്കുകളാണ്. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരു ദൈവവുമില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ ദൂതനാണ് എന്ന് പറയുന്നത്. ആ വെല്ലിപ്പ അത് വ്യക്തമായി ചൊല്ലി. ഇസ്ലാമിൽ ഒരാൾ രോഗിയോ മരണത്തിനടുത്തുവാണെങ്കിൽ അവർക്ക് ബോധമുണ്ടെങ്കിൽ ഷഹാദ ചൊല്ലാൻ ഓർമ്മിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വെല്ലിപ്പയുടെ കാര്യത്തിൽ അങ്ങനെയാണ് നടന്നത്. അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് മുമ്പ് പലതവണ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം മുസ്ലിമാകാൻ തയ്യാറായില്ല. പക്ഷേ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. ഷഹാദ ചൊല്ലി മുസ്ലിമായി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഒരാളുടെ അവസാന വാക്കുകൾ ഷഹാദയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകുമെന്ന്. ഇത് കാണിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ഷഹാദ ചൊല്ലാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസിൽ ഒരു യഹൂദി ബാലൻ്റെ കഥ പറയുന്നുണ്ട്. ആ കുട്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നു. അവൻ ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷേ അവന് രോഗം വന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ കാണാൻ ചെന്നു. അവനോട് ഷഹാദ ചൊല്ലാൻ പറഞ്ഞു. കുട്ടി അവൻ്റെ അച്ഛനെ നോക്കി. അച്ഛൻ പറഞ്ഞു, പ്രവാചകൻ്റെ വാക്ക് കേൾക്ക്. അങ്ങനെ അവൻ ഷഹാദ ചൊല്ലി മുസ്ലിമായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു വന്നു പറഞ്ഞു, അല്ലാഹുവിന് സ്തുതി, ഈ കുട്ടിയെ നരകത്തിൽ നിന്നും രക്ഷിച്ചു എന്ന്. ഈ കഥയും നമ്മുടെ 105 വയസ്സുള്ള വെല്ലിപ്പയുടെ കഥയും ഒരുപോലെയാണ്. അദ്ദേഹം ജീവിതം മുഴുവൻ സിഖ് മതത്തിൽ ജീവിച്ചു. അവർ വിശ്വസിക്കുന്നത് വാഹിഗുരു എന്ന ദൈവത്തെയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം അദ്ദേഹം ഒരേ ഒരു ദൈവമായ അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള അനുഗ്രഹം കിട്ടി. അദ്ദേഹം മുസ്ലിമായി മരിച്ചു. ഷഹാദയുടെ ശക്തി മനസ്സിലാക്കുന്ന ഏതൊരു വിശ്വാസിക്കും പറയാം, ഈ വെല്ലിപ്പാക്ക് അത് ചൊല്ലാൻ കഴിഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനം നല്ലതായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സമ്മാനമല്ല. ചരിത്രത്തിൽ പല മുസ്ലിം വിശ്വാസികളും പ്രവാചകന്മാർക്ക് പോലും അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ മുസ്ലിം അല്ലാത്തവരായിരുന്നു. അവർ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ പലപ്പോഴും വിജയിച്ചില്ല. ഒരു അവിശ്വാസിക്ക് ഷഹാദ ചൊല്ലുക എളുപ്പമല്ല. കാരണം അത് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ പറയണം. ചിലർക്കത് മനസ്സിൽ ഉണ്ടായാലും മരണത്തിന് മുമ്പ് പറയാൻ കഴിയില്ല. അവരുടെ വിശ്വാസങ്ങൾ, അറിവില്ലായ്മ അല്ലെങ്കിൽ ഈമാനോടുള്ള എതിർപ്പ് കാരണം. പക്ഷേ ഈ വെല്ലിപ്പായുടെ കാര്യത്തിൽ അത് എളുപ്പമായിരുന്നു. കാരണം ആ ചെറുപ്പക്കാരന് മുമ്പേ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ്റെ മനസ്സിൽ ഇസ്ലാം സത്യമാണെന്ന് തോന്നിയിരുന്നു. അവസാനം അദ്ദേഹം ഹൃദയം തുറന്നു. നാവുകൊണ്ട് ഷഹാദ ചൊല്ലി മുസ്ലിമായി മരിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഷഹാദ സ്വീകരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. നമുക്കും ഒരു നല്ല അവസാനം അള്ളാഹു നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.